ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പല പാട്ടുപാടുന്ന വീഡിയോകളും ചിലക്കെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാനിത് വലിയ പാട്ടുകാരനൊന്നും അല്ല, ഇതൊരു വാശിപ്പുറത്താണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ പണ്ട് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു നബിദിനത്തിന് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് നന്നായിട്ട് കാണാതെ പഠിച്ചു. എന്നിട്ട് നബിദിനം ആ പരിപാടിക്ക് രാവിലെ തന്നെ 7 മണിക്ക് അവിടെ പോയിരുന്നു. അങ്ങനെ ഓരോരാളെ ചെസ്റ്റ് നമ്പർ ഉണ്ട്, അത് വിളിക്കുമ്പോഴാണ് സ്റ്റേജിൽ കയറി പാട്ട് പാടുക. അങ്ങനെ ഞാൻ എൻ്റെ ചെസ്റ്റ് നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കാത്തിരുന്നു. രാവിലെ 7 മണിക്ക് പോയതാണ്, ഉച്ചയായി, വൈകുന്നേരമായി, 7 മണിയായി, പിന്നെ രാത്രി 9 മണിയായി. ഞാനൊരു മൂലയിലിരുന്നിട്ട് കസേരയിൽ എൻ്റെ നമ്പർ വിളിക്കുന്നു, കാത്തിരുന്നു. അത്രയ്ക്കും കുറെ നാളായി കാണാതെ പഠിച്ച പാട്ടാണ്. അപ്പോൾ പാടിയില്ലെങ്കിൽ എനിക്കൊരു വിഷമം. എന്തോ അവസാനം അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ആരെങ്കിലും ബാക്കിയുണ്ടോ പറഞ്ഞു. പക്ഷെ എനിക്ക് കാത്തിരുന്നും അടുത്ത അവസാനം ഞാൻ പാട്ട് പാടാൻ പോയില്ല. ഒരു എൻ്റെ തൊട്ടടുക്കുന്ന കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എന്നാ നീ പോയിക്കോ സ്റ്റേജിൽ. പക്ഷെ എന്തോ എൻ്റെ മനസ്സാന്നിധ്യം എന്തോ ആകെ നഷ്ടമായി. എനിക്കൊരു ഒരു കയറാൻ എന്തോ പോലെ തോന്നി, കോൺഫിഡൻസ് ഇല്ലാതായി. സമയമൊക്കെ നശിച്ചിട്ട് പിന്നെ എന്താ പറയുക, എനിക്കൊരു വാശിയായിരുന്നു. ചിലപ്പോൾ ഉസ്താദിന് പറഞ്ഞു പോകാതായിരിക്കാം. ആ ഒരു പെയിൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ പാട്ടും എൻ്റെ ഇപ്പോഴും കാണാപ്പാടാണ്. പക്ഷെ ചില സാഹചര്യങ്ങളാണ് നമ്മളാക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിറ്റുവേഷൻ മൂലമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയി കൊണ്ടുവരാം.